വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കുവാൻ വനംവകുപ്പ് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ വനത്തിനകത്ത് തന്നെ നിലനിർത്തുന്നതിന് കണ്ടെയ്ൻമെന്റ് സംവിധാനം ഏർപ്പെടുത്തും. ഇതോടൊപ്പം വന്യമൃഗശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നടപ്പാക്കും. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപടികൾ. വന്യമൃഗങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും കണ്ടെയ്ൻമെന്റ് സോണിൽ തന്നെ ഒരുക്കും. ഇവിടെയുള്ള അധിനിവേശ സസ്യങ്ങൾ യുദ്ധകാടിസ്ഥാനത്തിൽ നശിപ്പിക്കുന്നതിന് വിപുലമായ പദ്ധതികൾ തയ്യാറാക്കും. കണ്ടെയ്ൻമെന്റ് ഭാഗമായി വന്യമൃഗശല്യത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനായി മറ്റൊരു പദ്ധതിയും കൊണ്ടുവരും. ഇതിനായി 3 തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് തയ്യാറാക്കുന്നത്. ഒന്നാമത്തേത് സംവിധാനത്തിന്റെ സഹായത്തോടെ ശബ്ദവും വെളിച്ചവും ഉപയോഗിച്ച് വന്യമൃഗങ്ങളെ തുരത്തുക എന്നതാണ്. സോളാർ തൂക്കുവേലി സ്ഥാപിക്കുകയും 10 അടി ഉയരത്തിലുള്ള പ്രതിരോധ വേലി സ്ഥാപിക്കുകയുമാണ് മറ്റ് 2 പ്രതിരോധ സംവിധാനങ്ങൾ. വന്യമൃഗശല്യം രൂക്ഷമായ ഹോട്ട്സ്പോട്ടുകളിലാണ് ഈ പദ്ധതികൾ ആദ്യം കൊണ്ടുവരുന്നത്. ജില്ലയിൽ ചിന്നക്കന ഉൾപ്പെടെയുള്ള മേഖലകളിൽ 100 ദിന കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള വന്യമൃഗ പ്രതിരോധ മാർഗങ്ങൾ നടപ്പാക്കുമെന്നാണ് വിവരം. പദ്ധതികൾ നടപ്പാക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളെ അധ്യക്ഷരുമായി അടുത്ത ദിവസം വനമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച നടത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വന്യജീവി പ്രതിരോധത്തിനായി ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തിയിട്ടുള്ളതിനാൽ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. 192 കോടി രൂപയാണ് ബജറ്റിൽ വിവിധ പദ്ധതികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 150 കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിൽ 50 കോടി രൂപ മാത്രമേ ചെലവഴിച്ചുള്ളൂ. ഇതിൽ 70% വാച്ച് ടവറുടെ ശമ്പളത്തിനാണ് ഉപയോഗിച്ചത്. ഇടുക്കി വിഷൻ, കുമളി.